ലഹരിയും പണത്തെ ചൊല്ലിയുള്ള തർക്കവും സൗഹൃദങ്ങളെ പോലും ബാധിക്കാം. ചെറിയ വാക്ക് തർക്കങ്ങളിൽ നിന്നാണ് കൊലപാതകം വരെ അരങ്ങേറുന്നത്. കൊല്ലം ചടയമംഗലത്ത് ബെവറേജസിന് സമീപം അടഞ്ഞുകിടന്ന കള്ളുഷാപ്പിൽ വെച്ചുണ്ടായ പ്രശ്നങ്ങൾ യുവാവിന്റെ ജീവനെടുത്തു. ചടയമംഗല സ്വദേശി നൌഷാദിനെ സുഹൃത്ത് തിരുവനന്തപുരം കരകുളം സ്വദേശി ദിജേഷ് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ പ്രതി ദിജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ചടയമംഗലം ബീവറേജസിന് സമീപത്തുള്ള അടഞ്ഞുകിടന്ന കള്ളുഷാപ്പിലാണ് കൊലപാതകം നടന്നത്. നൌഷാദിന്റെ ഒപ്പം മദ്യപിച്ച തിരുവനന്തപുരം കരകുളം സ്വദേശി ദിജേഷാണ് കൊലപ്പെടുത്തിയത്. ഇരുവരും ഷാപ്പിലിരുന്ന് മദ്യപിച്ച ശേഷം പണം നഷ്ടമായി എന്ന് പറഞ്ഞ് തമ്മിൽ തർക്കമുണ്ടായി. നിലത്ത് വീണ നൌഷാദിനെ തലയിൽ സിമന്റ് കട്ട കൊണ്ടടിച്ചാണ് കൊന്നത്. അറ്റകുറ്റപ്പണികൾക്കായി ഷാപ്പുടമ എത്തിയപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത്. ഞങ്ങൾ രാവിലെ ഇറങ്ങി ഓടുന്നു. അങ്ങനെ കേട്ട് പേളിലോട്ട് കയറി ചെന്നപ്പം സൗണ്ട് കേട്ട് പേളിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു കുളിച്ച് കിടക്കുന്നത് കാണുന്നത്. അപ്പോഴത്തന്നെ ഞങ്ങൾ പോലീസിനെ അറിയിച്ചു. പോലീസുകാർ വന്ന് ഇവരെ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. നേരത്തെ നമ്മൾ പരിചയമുള്ളൊരു കക്ഷിയാണ് വരുന്നതിനായിരുന്നു. ഷാപ്പ് 6-7 മാസം കൊണ്ട് അടഞ്ഞു കിടന്നതാണ്. ഇങ്ങനെ ലൈസൻസ് പുതുക്കി ഇന്ന് ഞങ്ങൾ ഷാപ്പ് നോക്കാൻ വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. നൌഷാദിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. സംഭവസ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെട്ട ദിജേഷിനെ ചടയമംഗലം പോലീസ് പിടികൂടി. നൌഷാദിന്റെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. തെളിവെടുപ്പിനും മറ്റ് നടപടിക്രമങ്ങൾക്കും ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ദിജേഷിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പണം നഷ്ടപ്പെട്ട സാഹചര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര.